മലപ്പുറത്തുനിന്ന് കാണാതായ വിഷ്ണുവിന് സാമ്പത്തിക ബാധ്യതയുള്ളതായി പറഞ്ഞിരുന്നില്ല എന്ന് സുഹൃത്ത് ശരത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് പോയത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നും സുഹൃത്ത് പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ഗോകുലുമായി ശരത്ത് സംസാരിച്ചതിന്റെ ഫോൺ സംഭാഷണം കേൾക്കാം. ഇല്ല, എന്നോട് പോകുമ്പോ പറഞ്ഞത് അയാളുടെ വീട്ടിലേക്കാണ് പോണത് പറഞ്ഞിട്ടാണ് പോയത്. മലപ്പുറത്തേക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് കല്യാണത്തിന് ചെറിയ പണിയുണ്ട്, അത് ചെയ്യണം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ബസ് കയറി പോയത്. ഓ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നോ ഇയാൾക്ക്? സാമ്പത്തിക ബാധ്യത ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസിലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട്. ആർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ന്യൂസിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആർക്കോ ക്യാഷ് കൊടുക്കാനുണ്ട് എന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കോയമ്പത്തൂർ അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ പുള്ളിക്ക് ബന്ധങ്ങളുണ്ടോ? ആരെങ്കിലും പരിചയക്കാർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ? അറിയോ? ഏതൊരു റിലേറ്റീവ് ഉണ്ട്, ഊട്ടിയിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ന്യൂസിൽ കണ്ടപ്പോഴാണ് ഊട്ടിയിൽ എന്തോ ലൊക്കേഷൻ വഴി, ഊട്ടിയിൽ അറിയില്ല. കോയമ്പത്തൂർ അവർക്ക് ഏതൊരു ചെറിയ റിലേറ്റീവ് ഉണ്ട്. ഇതെനിക്ക് ചോദിച്ചപ്പോ അവിടെ ഇല്ലാന്നാണ് അവർ പറഞ്ഞത്. ഈ വിഷ്ണുജിത്ത് ഇപ്പോൾ ഊട്ടി കുന്നൂരിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം ഫോൺ ഓണായതായിട്ടുള്ള വിവരങ്ങൾ കിട്ടി. പോലീസ് ഈ ഭാഗക്കെതിരെച്ചുള്ള പരിശോധന നടത്തുകയാണ്. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട്. അരുൺ, ഇപ്പോൾ സുഹൃത്ത് പറയുന്ന അങ്ങനെ വലിയൊരു സാമ്പത്തിക ബാധ്യതയുള്ളതായിട്ട് അറിവില്ല എന്നാണ്. കുന്നൂരിലുണ്ടോ എന്ന സംശയം ഇപ്പോൾ വിവരങ്ങൾ വരുന്നു. എങ്ങനെയാണ് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടോ? ബന്ധുക്കളായിട്ടോ മറ്റോ ഇയാൾ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ദിവീഷ്, ഈ വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ഇന്ന് 6ാം ദിവസം പിന്നിടുകയാണ്. ഇന്നിപ്പോൾ ഊട്ടിയിലുണ്ടെന്നാണ് അവസാനമായ ടവർ ലൊക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. അതായത് ഇന്നലെ വൈകിട്ട് വിഷ്ണുവിന്റെ സഹോദരി വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു, പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. ഇതിനിടയിൽ ഒരാൾ മറുതലക്കൽ ഉണ്ടായിരുന്നു, ഹലോ എന്ന് പറഞ്ഞിരുന്നു. ഇത് ശരത്താണെന്നാണ് ഇവർ കരുതിയത്. പക്ഷേ ഈ വിഷ്ണുവിന്റെ ഫോൺ ശരത്തിന്റെ നമ്പറിലേക്ക് ഫോർവേഡായി സെറ്റ് ചെയ്തതായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇന്നലെ ശരത്ത് പോലീസിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്നാണ് ശരത്ത് പാലക്കാടേക്ക് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ വിഷ്ണു ഊട്ടിയിലുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊട്ടിയിലേക്ക് കൂടി വ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ കോയമ്പത്തൂരൊക്കെ തമിഴ്നാട് പോലീസുമായി സംബന്ധിച്ചുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം അങ്ങോട്ടേക്ക് വ്യാപിപ്പിച്ചു. എന്തായാലും തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശിവന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം പുരോഗമിക്കുകയാണ്. ദിവീഷ്, ശരി, അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്.